children, next let us discuss your textbook page number 72. 72 textbook page number 72 ഒരു ട്രയാങ്കിൾ കണ്ടോ? 3 sides ഉള്ള ട്രയാങ്കിൾ കണ്ടോ? ട്രയാങ്കിൾ എത്ര സൈഡ്സ് ആണുള്ളത്? 3 sides. അതിന്റെ ഓരോ സൈഡിന്റെ മെഷർമെന്റ് കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇനി ഇവിടെ എന്നാ പറയുന്ന മക്കളെ? Find the perimeter of this triangle. What do you mean by perimeter? How do we find the perimeter? Perimeter എന്താണ്, എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? പെരിമീറ്റർ എന്ന് വെച്ചാൽ ചുറ്റുമുള്ള അളവാണ്, ചുറ്റുമുള്ള മെഷർമെന്റ് കൊടുത്തിട്ടുണ്ട് അല്ലേ? അതിനപ്പം അതിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാനാ. ചുറ്റുമുള്ള അളവ് എന്താണ് മക്കളെ? 5 ചുറ്റുമുള്ള അളവ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്? 5 കൊടുത്തിട്ടുണ്ട്, പിന്നെ 3.26 കൊടുത്തിട്ടുണ്ട്, നെക്സ്റ്റ് 4.4. ഇത് 3 അല്ല അളവുകൾ. അപ്പൊ ഈ 3 അളവുകളും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? പെരിമീറ്റർ ഓഫ് ദിസ് ട്രയാങ്കിൾ കിട്ടും. അത് നമുക്ക് നോക്കിയാൽ എങ്ങനെ ചെയ്യാം. ഫസ്റ്റ് 4.4, നെക്സ്റ്റ് നമ്പർ 3.26. പോയിന്റ് വ്യത്യാസം ചെയ്യാൻ പാടില്ല. അടുത്ത 5 ആണ്. 5 കഴിഞ്ഞിട്ട് പോയിന്റ് ഉണ്ട്, വേറെ നമ്പർ ഒന്നുമില്ല. അത് നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഇൻസ്റ്റെഡ് ഓഫ് നമുക്ക് ഗിവ് 0 ഇങ്ങനെ കൊടുക്കാം. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനെ ആഡ് ചെയ്യുന്നു. ഇതിന്റെ പെരിമീറ്റർ കാണാൻ വേണ്ടി ചുറ്റുമുള്ള അളവാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനെ ആഡ് ചെയ്യുന്നു. നോക്കി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം? 6, 4 + 2 6. ഇവിടെ പോയിന്റ് ഉണ്ട്. 4 + 3 7, 7 + 4 + 3 7, 7 + 5 എത്രയാണ് വരുന്നത്? 12 ആണ് വരുന്നത്. സോ the perimeter of this triangle is 12.66. 12.66 is the perimeter of the triangle. അപ്പോൾ നമ്മൾ ആഡ് ചെയ്യാൻ പഠിച്ചത് എന്തുകൊണ്ടാണ്? നമുക്ക് ഇതൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ, പെരിമീറ്റർ കാണണമെങ്കിൽ, ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് അഡീഷണൽ അറിയണ്ടേ? അതുകൊണ്ടാണ് മിസ് പ്രീവിയസ് ക്ലാസ്സിൽ മിസ് ആഡ് ചെയ്യാനായിട്ട് പഠിപ്പിച്ചത്. അപ്പോൾ നമുക്ക് ട്രയാങ്കിളിൻ്റെ എങ്ങനെയാണ് പെരിമീറ്റർ കിട്ടിയെന്ന് കണ്ടു മക്കളെ. ഇനി ഈ രീതിക്ക് മാത്രമേ പെരിമീറ്റർ കാണാൻ പറ്റുള്ളൂ, വേറെ ഏതെങ്കിലും രീതിക്ക് കാണാൻ പറ്റുമോ? നമുക്ക് തന്നിരിക്കുന്ന ഈ പെരിമീറ്ററിന് എത്ര സൈഡ് ഉണ്ട്? ട്രയാങ്കിളിന്റെ പെരിമീറ്റർ നമുക്ക് 3 സൈഡും കൂടി ആഡ് ചെയ്ത് കാണാം അല്ലേ? ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് വേറൊരു ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പറയുന്നുണ്ട്. വാട്ട് അബൌട്ട് ദിസ് ട്രയാങ്കിൾ? ഈ ട്രയാങ്കിൾ ആണെങ്കിൽ നമുക്ക് ഇക്വലേറ്റഡ്, ഇത് ഡിഫറെന്റ് ട്രയാങ്കിൾ ആണ്. അതായത് ഓരോ സൈഡും എന്താണ്, ഡിഫറെന്റ് മെഷർമെന്റ് ആണ് നമ്മൾ ആഡ് ചെയ്ത് കണ്ടുപിടിച്ചു. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കണ്ടോ മക്കളെ? ഇക്വലേറ്റഡ് ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ഓൾ സൈഡ്സ് ആർ എന്താണ്? ഈക്വൽ ആണ്. അങ്ങനെ ഓൾ സൈഡ്സ് ആർ ഈക്വൽ ആയ ഒരു ട്രയാങ്കിളിന്റെ പെരിമീറ്റർ എങ്ങനെ നമുക്ക് കാണാം നോക്കിയാലോ? അപ്പോൾ ഇതിന്റെ ഓരോ സൈഡ് 4.25 ആണ്. 3 സൈഡ്സ് ആണ് ട്രയാങ്കിളിനുള്ളത്. ഇക്വലേറ്റഡ് ട്രയാങ്കിൾ ആണ്. ഇക്വലേറ്റഡ് ട്രയാങ്കിൾ എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓൾ സൈഡ് ഈക്വൽ ആണ്, ഒരേപോലെ ആയിരിക്കും, മെഷർമെന്റുകളും ആംഗിൾസ് എല്ലാം ഒരുപോലെ ആയിരിക്കും. സോ ഇവിടെ മെഷർമെന്റ് എത്ര തന്നിരിക്കുന്നത്? 4.25 ആണ്. അപ്പൊ ഇതിന്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ഇത് 3 കൂടെ കൂട്ടുകയാണ്. അതല്ലെങ്കിലോ എങ്ങനെ കാണാം? 3 സൈഡ് ഉണ്ട്, ഒരു സൈഡിന്റെ മെഷർമെന്റ് എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ആ രീതിയിൽ നമുക്ക് കാണാം. നമുക്ക് we can do both ways. First one, let us add these 3 numbers. 4.25 plus 4.25 plus 4.25. മക്കളെ ഇതാണ് എന്ത് ചെയ്യുന്നത്? ആഡ് ചെയ്യാനുള്ള 3 സൈഡ്സ്. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് മക്കളെ കിട്ടുന്നത്? 5 + 5 10, 10 + 5 എത്രയാണ്? 15. then ക്യാരി ഓവർ വന്നു. ഇനി എന്ത് ചെയ്യണം? 2 + 2 4, 4 + 2 6, 6 + 1 7. ഇവിടെ പോയിന്റ് അതുപോലെ ഇടുന്നു. 4 + 4 8, 8 + 4 12. സോ ഇതിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് എന്താണ് മക്കളെ? 12.75. ഇനി എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? ഇതൊരു ബേസ് ആണ്. ഇതല്ലാതെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇത് ഇക്വലേറ്റഡ് ട്രയാങ്കിൾ ആണ്. ഇതിന് 3 സൈഡാണ് ഉള്ളത്. ഒരു സൈഡിന്റെ മെഷർമെന്റ് തന്നു. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ഒന്നും കൂടി ചെയ്യാം. ഒരു സൈഡിന്റെ മെഷർമെന്റ് തന്നു, 3 സൈഡ്സ് ആണുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? 3 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. 3 കൊണ്ട് എന്ത് ചെയ്താൽ മതി? ഇൻറ്റു ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ഉത്തരം കിട്ടും. അപ്പൊ നമുക്ക് എങ്ങനെ ഇതിനെ ചെയ്യാം മക്കളെ? ഫ്രണ്ട്സ് ഇതിനെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. 3 × 4.25 എന്ന് എഴുതി. ഇനി നമുക്കറിയാം 3 × അതുപോലെ എഴുതുന്നു. 4.25 അത് നമുക്ക് എങ്ങനെയാണ് മക്കളെ എഴുതാൻ പറ്റുന്നത്? പോയിന്റിന് ശേഷം, അതായത് ഈ 25 എന്താണ്? 100 ആണ്. 25 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 സ്ഥാനം മാറ്റിയ പോയിന്റ് ഇടുന്നത്. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 2 സ്ഥാനം മാറ്റി പോയിന്റ് ഇടുമ്പോൾ നമുക്ക് ഈ നമ്പറിനെ എങ്ങനെയാണ് എഴുതാൻ പറ്റുന്നത്? ഒന്ന് പറഞ്ഞാൽ എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കിയേ. 4.25 എന്ന് പറയുമ്പോൾ ആ നമ്പറിന് 2 സ്ഥാനം മാറ്റി പോയിന്റ് ഇടുമ്പോൾ ആ നമ്പറിനെ എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? ബൈ 100 കൊണ്ടാണ്. അപ്പൊ നമുക്കിവിടെ എന്ത് എഴുതാം? ബൈ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 425 ബൈ 100 എന്ന് വരും അല്ലേ?
ഈ രീതിക്കാണ് വരുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? 3 × 425 ചെയ്യുന്നു. ഈ 3നെ 425 കൊണ്ട് എന്ത് ചെയ്യുന്നു? ഇൻറ്റു ചെയ്യുന്നു. ആ ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും ഉത്തരം? 1275 എന്നാണ് ഉത്തരം കിട്ടും. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ? ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം ബൈ 100 ആണ്. ഒരു നമ്പറിനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? 2 സ്ഥാനം മാറ്റി പോയിന്റ് ഇടുന്നു. ഇതാണ് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന ഒരു മാർഗം. ഇനി മൾട്ടിപ്ലൈ ചെയ്യാൻ വേറൊരു മാർഗമുണ്ട് മക്കളെ. നമ്മൾ ഇവിടെ ഈ സാധാരണ ഇൻറ്റു ചെയ്യുന്ന പോലെ ഈ നമ്പറിനെ ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1275 എന്ന് കിട്ടും. എന്നിട്ട് ചോദ്യത്തിൽ എത്ര സ്ഥാനം മാറ്റിയ പോയിന്റ് ഇട്ടിരിക്കുന്നത്? 2 പ്ലേസ് ആഫ്റ്റർ ആണ് പോയിന്റ് അല്ലെ? ചോദ്യത്തിൽ 2 സ്ഥാനം മാറ്റിയാണെങ്കിൽ ഒരു സംശയം വേണ്ട, ഉത്തരത്തിൽ എത്ര സ്ഥാനം മാറ്റി പോയിന്റ് ഇടണം? 2 സ്ഥാനം മാറ്റി പോയിന്റ് ഇടണം. ചോദ്യത്തിൽ 2 സ്ഥാനം മാറ്റിയാണെങ്കിൽ ഉത്തരത്തിൽ 2 സ്ഥാനം മാറ്റി പോയിന്റ് ഇടണം. ചോദ്യത്തിൽ 3 സ്ഥാനം മാറ്റിയാണെങ്കിൽ ഇട്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഉത്തരത്തിൽ 3 സ്ഥാനം മാറ്റി പോയിന്റ് ഇടണം. ഈ 2 രീതിയിൽ നമുക്ക് ഇൻറ്റു ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ഇതെങ്ങനെ ചെയ്തെന്ന് 2 മനസ്സിലാക്കി വെക്കുക. ടെക്സ്റ്റ് ബുക്കിലെല്ലാം ഈ ഒരു മെത്തേഡാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെയും ചെയ്യാൻ കുറച്ചുകൂടി വലുതാകുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഈസി ആയിട്ട് ചെയ്യാമെന്ന് മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആയോ? നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് കണക്കുകൾ ചെയ്യാനുണ്ട്. അപ്പോൾ അത് നോക്കിയാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേജ് നമ്പർ 73-ലെ ദ ഫിഗർ ബിലോ ഷോ റെഗുലർ പെൻഡഗൺ. ഒരു പെൻഡഗണിന്റെ പ്രത്യേകത എന്താ മക്കളെ ഉള്ളത്? ഒരു പെൻഡഗണിന്റെ പ്രത്യേകത എന്താണ്? റെഗുലർ പെൻഡഗണിന്റെ പ്രത്യേകത ഓൾ സൈഡ്സ് ഈക്വൽ ആയിരിക്കും. അതിന് 5 സൈഡ്സ് ആണുള്ളത്. പെൻഡഗൺ എത്ര സൈഡ്സ് ആണുള്ളത്? 5 സൈഡ്സ് ആണുള്ളത്. അപ്പോൾ നോക്കിയാൽ നിങ്ങൾ പുസ്തകത്തിൽ കണ്ടാൽ പെൻഡഗൺ ഉണ്ട്. അതിൻ്റെ ഒരു സൈഡ് എത്രയാണ് പറയുന്നത്? 2.35 ആണ് പറയുന്നത്. ആ പെൻഡഗണിന്റെ പെരിമീറ്റർ കാണാനാണ് ചോദ്യം. അപ്പോൾ പെരിമീറ്റർ കാണുന്നത് എങ്ങനെയാണ്? എല്ലാ സൈഡും കൂടെ ആഡ് ചെയ്യുക. അതല്ലെങ്കിൽ എത്ര സൈഡ് ഉണ്ടോ അതിനെ തന്നിരിക്കുന്ന ഗിവൺ മെഷർമെൻറ്റോട് എന്ത് ചെയ്താൽ മതി? ഇൻറ്റു ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ്റെ ഒരു രീതിയിലാണോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കത് ഇൻറ്റു ചെയ്തതിന് ഉത്തരം കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ 1 സൈഡ് പെൻഡഗണിന്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് 2.35 ആണ് മക്കളെ. 2.35. അങ്ങനെ ഇതിന് എത്ര സൈഡ്? നിങ്ങളൊന്ന് കൗണ്ട് ചെയ്ത് നോക്കിയ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് 1 2 3 4 5 സൈഡ്സ് ഉണ്ട്. എത്ര സൈഡ്സ് ഉള്ളത്? അപ്പോൾ നമ്മൾ ഇൻറ്റു 5 എന്ന് കൊടുത്തു. നമ്മൾ ഇതിനെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്യുന്നു? 5 കൊണ്ട് ഇൻറ്റു ചെയ്യുന്നു. മക്കളെ നമ്മൾ ഇതിനെ നമ്മൾ എങ്ങനെ എഴുതുന്നത്? ഈ നമ്പറിനെ നമ്മൾ എങ്ങനെ എഴുതും? 2.35 എന്ന നമ്പറിന് നമ്മൾ പോയിന്റ് ഇല്ലാതെ ഇങ്ങനെ എഴുതുന്നു. എത്ര സ്ഥാനം മാറ്റിയ പോയിന്റ് ഇട്ടിരിക്കുന്നത്? 2 ഡെസിമൽ 2 സ്ഥാനം മാറ്റിയ പോയിന്റ് ഇട്ടിരിക്കുന്നതിന് നമ്മൾ ബൈ 100. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? 5 കൊണ്ട് ഇൻറ്റു ചെയ്യുന്നു. 5 കൊണ്ട് ഇൻറ്റു ചെയ്യുന്നു. നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഇതിനെ എന്ത് ചെയ്യുന്നു? ഈ നമ്പറിനെ ഇൻറ്റു ചെയ്യുന്നു. അതായത് 235 ഇൻറ്റു 5 ചെയ്യുന്നു. എത്ര നമുക്ക് ഇൻറ്റു ചെയ്യുമ്പോൾ കിട്ടുന്നത്? 5 5s are 25. Then 5 3s are 15. 15 plus 2 17. Then 5 5 2s are 10. 10 plus 1 11. What is the answer? 1175. മക്കളെ ഒരു നമ്പറിനെ ബൈ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതാ 100 ആണ്. സോറി, ബൈ 100. ഒരു നമ്പറിനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? 2 സ്ഥാനം മാറ്റി പോയിന്റ് ഇടണം. അപ്പം നമുക്ക് കിട്ടിയ ഉത്തരം എത്രയാണ് മക്കളെ? 11.75 ഈസ് ദ ആൻസർ. ക്ലിയർ ആയോ? തന്നിരിക്കുന്ന നമ്പറിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാനൊക്കെ പഠിച്ചില്ലേ? അപ്പം അതുപോലെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി എന്നിട്ട് നമ്മൾ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്തു? 5 സൈഡ്സ് ഉണ്ട്, അതുകൊണ്ട് ഇൻറ്റു ചെയ്തു. നമുക്ക് കിട്ടിയ ഉത്തരം 11.75. നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാലോ. A kid needs 1.45 meter of cloth for a shirt. Then how many meters of cloth needed for 4 shirt? ഒരു ഷർട്ട് തയ്ക്കുന്നതിന് ഒരു കുട്ടിക്ക് എത്ര മീറ്റർ ക്ലോത്ത് ആണ് വേണ്ടത്? 1.45 meter of cloth. Then how many meters of cloth needed for 4 shirt? ഒരു ഷർട്ട് തയ്ക്കാനുള്ള ക്ലോത്തിന്റെ ലെങ്ത് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മക്കളെ 4 ഷർട്ട് തയ്ക്കാൻ വേണ്ടി 4 ഷർട്ടിന് വേണ്ടി എത്ര മീറ്റർ ക്ലോത്ത് വേണം? സാധാരണ നമ്മുടെ ഡെയിലി നമ്മുടെ ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഷർട്ട് വാങ്ങാനും പോകാനും ഒക്കെ നമ്മൾ കടയിൽ പോയൊക്കെ വാങ്ങാറുള്ളത് അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ എങ്ങനെയാണെങ്കിൽ ഒരു ഷർട്ടിൻ്റെ മെഷർമെൻറ്റ് തന്നു എത്രയാണ്. അങ്ങനത്തെ 4 എണ്ണം തയ്ക്കണമെങ്കിൽ എത്ര മീറ്റർ ക്ലോത്ത് വേണം? നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഒരെണ്ണത്തിന് തന്നാൽ അത് എന്ത് ചെയ്താൽ മതി? ഇൻറ്റു ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ എങ്ങനെ കണ്ടെത്തും? നമ്മൾ സ്റ്റെപ്പ് മിസ്സപ്പ് ഇവിടെ എഴുതുന്നില്ല, നിങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ദ ലെങ്ത് ഓഫ് ദി ക്ലോത്ത്. എത്രയാണ് ക്ലോത്തിൻ്റെ ലെങ്ത്? ലെങ്ത് ഓഫ് എ ഷർട്ട് എത്രയാണ്? 1.45
1.45 1.45. ഇങ്ങനത്തെ എത്ര ഷർട്ടാണ് മക്കളെ തയ്ക്കണ്ടേ? 4 ഷർട്ട്. സോ ബൈ 4 ഇൻറ്റു 4. ദെൻ ഇതെങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? 2 സ്ഥാനം മാറ്റിയാണ് പോയിന്റ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 145 ബൈ 100. 2 സ്ഥാനം മാറ്റി പോയിന്റ് ഇടുമ്പോൾ ബൈ 100. ഇതിന് എന്തുകൊണ്ട് ഇൻറ്റു ചെയ്യാം? 4 കൊണ്ട് ഇൻറ്റു ചെയ്യാം. അപ്പോൾ നമുക്ക് എത്രയായിരിക്കും മക്കളെ ഉത്തരം കിട്ടുന്നത്? നമുക്ക് എത്രയും ഉത്തരം കിട്ടുന്നത്? യെസ്, when we multiply these two numbers we will get the answer 580 കിട്ടും. ഈ 580 ബൈ 100 ആണ് പറയുന്നത്. ഒരു നമ്പറിനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എത്ര സ്ഥാനം മാറ്റിയാൽ മക്കളെ പോയിന്റ് ഇടണ്ടേ? 1 സ്ഥാനം മാറ്റി. അപ്പം 4 ഷർട്ട് തയ്ക്കാൻ വേണ്ടി എത്ര മീറ്റർ ക്ലോത്ത് ആണ് വേണ്ടത്? 5.80. 5.80 is the answer. സിമ്പിൾ അല്ലേ? വൺസ് അഗെയിൻ ഒരു ഷർട്ടിന് വേണ്ടിയിട്ട് 1.45 വേണം. അങ്ങനത്തെ 4 ഷർട്ട് തയ്ക്കാൻ വേണ്ടി എത്ര ക്ലോത്ത് വേണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദെൻ എത്ര മീറ്റർ വേണം? 5.80 മീറ്റർ. ഓക്കെ, ക്ലിയർ ആയോ? അങ്ങനെയാണെങ്കിൽ തേർഡ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഒരു ബാഗിൽ 4.7 kilograms ഓഫ് റൈസ് കൊള്ളും. ഹൗ മച്ച് റൈസ് ക്യാൻ 8 സച്ച് ബാഗ് ഹോൾഡ്? ഒരു ബാഗിൽ 4.7 റൈസ് ആണെങ്കിൽ 8 ബാഗിലും കൂടെ 8 ബാഗ് ഹൗ മച്ച് റൈസ് സച്ച് 8 ബാഗ് ഹൗ മച്ച് റൈസ് ക്യാൻ ഹോൾഡ്? ഒരു ബാഗിൽ എത്രയാണ്? 4.75. അങ്ങനത്തെ 8 ബാഗാണ്. 8 ബാഗ്. എ ബാഗ് ഹോൾഡ് 4.7 kilograms ഓഫ് റൈസ്. ഹൗ മച്ച് റൈസ് ക്യാൻ സച്ച് 8 ബാഗ് ഹോൾഡ്? അപ്പോൾ ഒരു ബാഗ് തന്നു, സെയിം ആണ് 8 ബാഗ്. അപ്പോൾ മൊത്തം എത്ര ഉണ്ടാവും എന്നാണ് ചോദ്യം. അപ്പം നമുക്ക് എങ്ങനെ ഒരു ബാഗിൻ്റെ എത്രയാണ്? എ ബാഗ് 4.75 kilogram. Such how many bags? 8 bags. So multiply by 8. So whenever you are writing, should write the steps also. A bag hold 4.75 kilograms of rice. Then kilograms of rice hold such 8 bag. 8 bag എത്ര കൊള്ളും? നമ്മൾ എങ്ങനെ മക്കളെ കണ്ടുപിടിക്കാം? നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. 475നെ നമ്മൾ എങ്ങനെ എഴുതുന്നു? 2 സ്ഥാനം മാറ്റി പോയിന്റ് ഇട്ടിരിക്കുന്നതുകൊണ്ട് നമ്മൾ ബൈ 100 എന്ന് എഴുതുന്നു. അതിനുശേഷം ഇൻറ്റു 8. ഈ 2 നമ്പറും കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ എത്ര കിട്ടും മക്കളെ? 3800 എന്ന് കിട്ടും. 3800 എന്ന് കിട്ടും. ബൈ 100 ഒരു നമ്പറിനെ ബൈ 100 ഡിവൈഡ് ചെയ്യുക. ബൈ എന്തുകൊണ്ട്? 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര സ്ഥാനം മാറ്റി പോയിന്റ് ഇടണം? 2 സ്ഥാനം മാറ്റി പോയിന്റ് ഇടണം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 38 kilograms ഓഫ് റൈസ്. 8 ബാഗിൽ കൂടെ എത്ര കൊള്ളും? 38 kilograms ഓഫ് റൈസ് ആണ് ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റുന്നത്. മൊത്തം എത്രയാണ്? 38 kilograms. ഒന്നുകൂടെ പറയാം. 4.7 ബാഗാണ് ഒരു ബാഗ്. ഒരു ബാഗിൽ ഇത്രയും. അങ്ങനത്തെ 8 ബാഗിൽ കൂടെ മൊത്തം എത്ര റൈസ് കൊള്ളുന്നത്? അപ്പോൾ നമ്മൾ 4.75 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 സ്ഥാനം മാറ്റി പോയിന്റ് ചെയ്യുന്നുണ്ട്. ആ നമ്പറിനെ ബൈ 100 ആണ്. എന്തുകൊണ്ട് ഇൻറ്റു ചെയ്യുന്നു? 8 കൊണ്ട് ഇൻറ്റു ചെയ്യുന്നു. ഇനി ഇതെല്ലാം നമുക്ക് ഡയറക്റ്റ് ഇൻറ്റു ചെയ്യാം. ക്വസ്റ്റ്യനിൽ 2 സ്ഥാനം മാറ്റി പോയിന്റ് ഇട്ടിരിക്കുന്നതുകൊണ്ട് ഉത്തരത്തിൽ എത്ര സ്ഥാനം മാറ്റി പോയിന്റ് ഇടുന്നു? 2 സ്ഥാനം മാറ്റി. ആ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിൽ വെക്കാം. ക്ലിയർ ആയോ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് a vessel full of oil was used to fill 6 bottles. Each bottle holds 0.75 liter. How much oil was there in the vessel? മക്കളെ, a vessel full of oil used to fill 6 bottles. അങ്ങനെ എത്ര ബോട്ടിൽസാ? 6 ബോട്ടിൽസ്. ഓരോ ബോട്ടിലും എത്രയുള്ള? ഈച്ച് ബോട്ടിൽ ഹോൾഡ് 0.75 ലിറ്റർ. അങ്ങനെയാണെങ്കിൽ 6 എത്ര വെസലാണുള്ളത്? ഫില്ല് വിത്ത് 6 വെസലാണ് ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെ ചെയ്യാം. നമ്മൾ എന്താ ചെയ്യേണ്ടത്? 0.75 ഇൻറ്റു 6 എന്ന് ചെയ്യാം. ഇനി നമ്മൾ ഇവിടെ 2 സ്ഥാനം മാറ്റിയേ പോയിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 75 ബൈ എന്ത് ചെയ്യാം? 100 ചെയ്യാം ഇൻറ്റു 6. എന്ത് ചെയ്യാം? ഇൻറ്റു 6. ഇനി നമ്മളിവിടെ 75 ഇൻറ്റു 6 നമുക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. 450 ആണ് ആൻസർ വരുന്നത്. 75 ഇൻറ്റു 6 എന്ന് പറഞ്ഞാൽ എത്രയാണ് ഉത്തരം? 450 ആണ്. ബൈ 100 എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര സ്ഥാനം മാറ്റി പോയിന്റ് ഇടണം മക്കളെ? 2 സ്ഥാനം മാറ്റി പോയിന്റ് ഇടണം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്താ? 4.5 ആണ് ഉത്തരം. 4.5 ലിറ്റർ ആണ് ഉത്തരം. ഓക്കെ, ക്ലിയർ ആയോ? ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ വീണ്ടും എന്ത് ചെയ്യാം? നന്നായിട്ട് എഴുതി നോക്കുക. നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 74 ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. താങ്ക്